അങ്ങനെ നമ്മുടെ ഫാൻ തിയറീസ് എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഈ 6ാമത്തെ എപ്പിസോഡ് സീസൺ ഫിനാലേക്കുള്ള ഒരു ബേസ് ഇട്ട് വെക്കുകയാണ്. പിന്നെ ഒരു കാര്യം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബുക്കിലുള്ള സ്പോയിലേഴ്സ് ഒന്നും ഇടയ്ക്കിടയ്ക്ക് പറയരുത് എന്ന്. അതേപോലെ ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും സമാധാനമാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പോയിലർ സെക്ഷൻ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പോയിലർ അലേർട്ട് തന്നിട്ടേ അത് തുടങ്ങുള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് ലാനിസ്റ്റർ ആർമിനെയാണ്. ദ ഗ്രീൻസിന്റെ കൂടെയുള്ള ആർമിയാണിത്. ഇവരിന് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ജെയ്സൺ ലാനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുണ്ട്. മൂപ്പരാണ് ഇവരുടെ ആർമിനെയൊക്കെ ഹെഡ് ചെയ്യുന്നത്. നമ്മുടെ സ്മോൾ കൗൺസിലുള്ള ടൈലൻഡ് ലാനിസ്റ്റർ ഉണ്ടല്ലോ, മാസ്റ്റർ ഓഫ് കോയിൻ, അദ്ദേഹത്തിന്റെ ട്വിൻ ബ്രദർ ആണ് ഇദ്ദേഹം. രണ്ടുപേര് കാണാൻ ഒരേപോലെയാണ് ഉള്ളത്. ഇവരിപ്പോ വന്നിരിക്കുന്നത് ഗോൾഡൻ ടൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഹൗസ് ലെഫേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഹൗസ് ആണ് ഇവിടെ. ഗ്രീൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൗസ് ആണ്. റിവർലാൻഡ്സിലേക്ക് പോകുന്ന ഒരു വഴിക്കാണ് ഈ ഒരു ഹൗസ്. അപ്പൊ ജെയ്സൺ വന്നിട്ട് പറയും, കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഒരു മെസ്സേജ് അയക്കി, എനിക്ക് ഏമണ്ട് വേണം റിവർലാൻഡ്സിലേക്ക് പോകുമ്പോ, ഏമണ്ടിന്റെ അടുത്ത് വേഗാറിനെ കൊണ്ട് വരാൻ പറയുന്നു പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കാൻ പറയും. അപ്പൊ ഈ കാര്യം ഏമണ്ടിന് അത്ര ഇഷ്ടപ്പെടില്ല. നമ്മൾ നേരെ ഗ്രീൻസിന്റെ സ്മോൾ കൗൺസിൽ മീറ്റിംഗിലേക്കാണ് പോകുന്നത്. ഏമണ്ട് പറയുന്നത്, ഞാനിപ്പോ രാജാവാണ്, ടെമ്പററി ആണെങ്കിൽ ഞാനിപ്പോ രാജാവാണ്, ചുമ്മാ ആരെങ്കിലൊക്കെ വന്ന് വിളിച്ച യുദ്ധം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ യുദ്ധമൊക്കെ ചെയ്യാൻ വരുള്ളൂ, ഇവന്മാരൊക്കെ ഏതാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. ഈ ഏഗോണേക്കാളും മികച്ചൊരു രാജാവ് തന്നെയാണ് ഏമണ്ട്. എന്തൊക്കെ എവിടെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഏമണ്ടിന്റെ പുതിയൊരു പ്ലാൻ കേട്ടോളൂ. ഫസ്റ്റ് സീസണിലെ ട്രയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പൈററ്റ്സിനെ പോലുള്ള ആൾക്കാരാണ് ഇവര്. ഇവർക്ക് നല്ലൊരു നേവൽ ആർമി ഉണ്ട്. പക്ഷെ ഇവർ ഈ കിങ്സ് ലാൻഡിങ്ങിന്റെ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെ കേൾക്കൊന്നുമില്ല. വൈൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഏമണ്ട് പറയുന്നത്, ലോർഡ് കോളിസിന്റെ ഷിപ്പുകൾ ഗള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഒരു ഷിപ്പുകളും വിടാതെ ആ ഗള്ളറ്റിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ട്രയാർക്കിന്റെ സഹായം നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയും. എല്ലാവരും എതിർക്കും. പക്ഷെ എയ്മണ്ടിന് ചില തീരുമാനങ്ങളുണ്ട്, അത് അതേപോലെ നടന്നേ പറ്റുള്ളൂ. അതേപോലെ ക്രിസ്റ്റ്യൻ കോളിന്റെ അടുത്ത് പറയും, നീ നേരെ ഹാരൻ ഹോളിലേക്ക് വിട്ടോ, ഡെയ്മൺ അവിടെ ഉണ്ടല്ലോ. ഡെയ്മനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ബ്ലാക്സ് പിന്നെ ഇല്ലാതായി. എല്ലാവർക്കും ഡെയ്മനെയാണ് പേടി. ഡെയ്മൺ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്സിന്റെ അടുത്ത് ഇത്രയും സപ്പോർട്ട്. ഡെയ്മനെ തോൽപ്പിച്ചാൽ നമ്മൾ യുദ്ധം ജയിച്ചു എന്ന് പറയും. വെയിറ്റ് ഒന്നും ചെയ്യണ്ട, ഉള്ള ആൾക്കാരെ വെച്ചിട്ട് നീ ഇന്ന് തന്നെ വിട്ടോ, നാളെ ആവുമ്പോഴേക്ക് ഹാരൻ ഹോളിൽ എത്തും, നമുക്ക് യുദ്ധം തുടങ്ങാം, ഞാൻ കൃത്യസമയത്ത് എത്താന്നുള്ള കാര്യം കൂടെ പറയും വേഗാറുമായിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ എയ്മണ്ട് ചെയ്യുന്നത്, ആലിസന്റ് ഉണ്ടല്ലോ, ആലിസന്റ് ഇങ്ങനെ ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ ഈ സ്മോൾ കൗൺസിൽ നടക്കുമ്പോൾ പറയുന്നുണ്ട്. സ്വന്തം അമ്മയാണെങ്കിലും അതിന്റെ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. എയ്മണ്ട് പറയുന്നു, ഇനി ഈ സ്മോൾ കൗൺസിൽ മീറ്റിംഗിൽ നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സ്മോൾ കൗൺസിലിൽ നിന്നും ആലിസന്റിനെ നൈസായിട്ട് ഒഴിവാക്കാണ്. അതേപോലെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത്, ലാരിസ് ഉണ്ടല്ലോ, മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ആണ് ലാരിസ്. ഏഗോൺ ആക്കിയതാണ് ആ പൊസിഷൻ. എന്നാൽ എയ്മണ്ടിന് ലാരിസിന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. എയ്മണ്ട് ലാരിസിന്റെ അടുത്ത് ചൂടാവുന്നൊക്കെ ഉണ്ട്. ഞാൻ എന്താ പൊട്ടനാണെന്നാണ് നിന്റെ വിചാരം? നീ എല്ലാവരും നൈസാക്കിയ കാര്യമൊക്കെ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒരു ഹാൻഡ് വേണം, രാജാവായി കഴിഞ്ഞാൽ ഒരു ഹാൻഡ് വേണമല്ലോ. ഈ ലാരിസ് ഈ പവർ ഉള്ളവരുടെ അടുത്ത് വളരെ നൈസായിട്ടാണ് നിൽക്കുക. ആലിസന്റിന്റെ അടുത്ത് ഏഗോന്റെ അടുത്തൊക്കെ അങ്ങനെയായിരുന്നു. അതേപോലെ എയ്മണ്ടിന്റെ അടുത്ത് നിൽക്കാൻ നോക്കുമ്പോൾ എയ്മണ്ട് അത് സമ്മതിക്കുന്നില്ല. അപ്പൊ ലാരിസ് എടി കൂടെ വിചാരിച്ചു ലാരിസിനെ ഹാൻഡ് ആക്കുമെന്ന്. പക്ഷെ ഏമണ്ട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, നേരെ ഓട്ടോന്റെ അടുത്ത് പൊയ്ക്കോ, എന്റെ മുത്തശ്ശൻ ഉണ്ടല്ലോ ഓട്ടോ, അയാളെ കൊണ്ടുപോവാ, അയാളാണ് നൈസായിട്ടുള്ള ആള്, ശരിക്കുള്ള ഹാൻഡ് അയാളാണ്, എനിക്ക് അയാളെ മതി എന്ന് പറയും. ലാരിസ് ശരിക്കും ചമ്മ ഇവിടെ വെച്ചിട്ട്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ബുക്കിൽ ഇങ്ങനെയല്ല, ബുക്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഏമണ്ടിന് ഇപ്പൊ വേണ്ടത് ഓട്ടോനെയാണ് ഹാൻഡ് ആയിട്ട്, അത് ബുക്കിൽ നിന്നും നല്ല ഡിഫറെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഏമണ്ട് നേരെ ഏഗോണൊക്കെ കാണാൻ വരുന്നുണ്ട്. ഏഗോൺ ആണെങ്കിൽ ഇപ്പൊ ഒരു ജീവൻ വെച്ചിട്ടേ ഉള്ളൂ കുറച്ച്. അങ്ങനെയുള്ള ആളുടെ അടുത്തൊക്കെ വന്നിട്ട് ഈ രാജാവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, നീ റെസ്റ്റ് എടുത്തോ, എല്ലാ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് വെറുതെ കിടക്കുന്ന ഏഗോണൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏഗോണിനും മനസ്സിലായി ഏമണ്ടിന് വേണ്ടത് രാജാവിന്റെ സ്ഥാനമാണ്, ഇവൻ എന്നെ കൊല്ലാതെ കൊല്ലും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. അപ്പൊ ആ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡ്രാഗൺ സ്റ്റോണിലേക്കാണ്. അവിടെ വേറെ തന്നെ ഒരു കാര്യം നടക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ ഡ്രാഗൺ സീഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ബുക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ജസീറസ് ഈ പേപ്പറിലൊക്കെ പരസ്യം കൊടുക്കുന്നത് പോലെ ഡ്രാഗൺ സീഡ്സ് ആയിട്ടുള്ള ആൾക്കാരിനെയൊക്കെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വിളിച്ചു വരുത്താണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ബ്ലാക്ക് കൗൺസിലുള്ള സ്റ്റെഫൻ ഡാർക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു നൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളെ ഇവര് വിളിച്ചു വരുത്തും. ഇയാളുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു ടർഗേരിയൻ ബ്ലഡ് ഇയാളുടെ ഉള്ളിലുണ്ട്. ഏതോ വകയിൽ ഏതോ ഒരു മുത്തശ്ശി ടർഗേരിയൻ ആയിരുന്നു. അപ്പൊ ഇയാൾക്ക് ഡ്രാഗനെ റൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് റെനീറ പറയും. അപ്പൊ ഇത് എല്ലാവരും ആദ്യം കേൾക്കുമ്പോൾ എന്താക്കിയാ പറയുന്നത്, വെലേറിയൻസിനും ടർഗേരിയൻസിനും മാത്രമേ ഇത് ഡ്രാഗൺ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രാഗൺ
ഡെയ്മൺ ആണെങ്കിൽ ദൈവത്തിനെ പോലെയാണ്, സാധാ മനുഷ്യന്മാർക്കൊന്നും അടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ സ്റ്റെഫോൺ ആണെങ്കിലും ആദ്യം അയ്യോ ഇതൊക്കെ വേണോന്ന് ചോദിക്കും. പിന്നെ റനീറ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരി ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിന് സമ്മതിക്കും. അങ്ങനെ ഇവര് നേരെ ഡ്രാഗൺ പിറ്റിലേക്ക് പോവാണ്. എല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും ഡ്രാഗൺ മാസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ സ്റ്റെഫോൺ മുന്നിൽ നിന്നിട്ട് സീ സ്മോക്കിനെയാണ് വിളിച്ചു വരുത്തുക. അപ്പൊ സീ സ്മോക്ക് ആദ്യം നല്ല അനുസരണയോടെ അവിടെ നിൽക്കും, തലയൊക്കെ താഴ്ത്തി ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇപ്പൊ റെഡിയായി, സ്റ്റെഫോൺ ഒരു ഡ്രാഗൺ ആയി എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരൊറ്റ തീവിടലാണ് സീ സ്മോക്ക്. ഈ ഡ്രാഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും അവരുടെയൊക്കെ ഉള്ളിൽ ടർഗേരിയൻ ബ്ലഡ് ഉണ്ടോ, ഇവര് ടർഗേരിയൻ ആണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ ഡ്രാഗണ് മനസ്സിലാക്കാൻ പറ്റും. ഇവര് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തഡ് വെച്ച് നോക്കിയതാണ്. അങ്ങനെ അവസാനം ബ്ലാക്ക് കൗൺസിലുള്ള സ്റ്റെഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള് മരിക്കുകയാണ് അവിടെ വെച്ചിട്ട്. ജെയ്സും റനീറയും കൂടി ഉണ്ടാക്കിയ പ്ലാനാണിത്. അത് ബാക്ക് ഫയർ ആവുന്നു. ഫസ്റ്റ് തന്നെ പണി പാളുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുമ്പോൾ റനീറിന്റെ മനസ്സിൽ ഒരു ഡൗട്ട് വരുന്നുണ്ട്. എന്നെ ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ എന്നെ ഒരു രാജാവായിട്ട് എന്റെ കൂടെ ഉള്ളവർ എന്നെ കാണുന്നില്ലേ? എന്റെ പ്ലാനുകളൊക്കെ പാളി പോവുകയാണ്. എനിക്കാണെങ്കിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ നേരിട്ട് പോയി യുദ്ധം ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ആകെ ലോക്കാണല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് തോന്നല് റനീറിന്റെ മനസ്സിലുണ്ട്. സ്റ്റെഫോൺ എന്ന് പറഞ്ഞ ആള് മരിച്ചത് കൊണ്ട് സ്മോൾ കൗൺസിലിലെ വേറെ ആള് വന്നിട്ട് റനീറിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് വേണ്ടാന്ന്, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ റനീറ മോന്തയ്ക്ക് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. സ്മോൾ കൗൺസിലുള്ള ആൾക്കാരിന് തന്നെയാണ് റനീറ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് സ്വന്തം മകൻ ജസീറസിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ജെയ്സും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു സംശയം പോലെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റനീറ ഇങ്ങനെ മിസേരിന്റെ അടുത്ത് പറയാണ് സ്വന്തം മകന് പോലും എന്നെ ഒരു സംശയമാണ്, എല്ലാവർക്കും ഡെയ്മണ മതി, ഡെയ്മൺ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ആണ് എല്ലാവരും ഇപ്പൊ പറയുന്നത്. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചോദിച്ച് മിസേരിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ മിസേരി പറയും എല്ലാം വെയിറ്റ് ചെയ്യും, നമ്മുടെ പ്ലാൻ ഉണ്ടല്ലോ അതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിസേരിന്റെ എന്തോ ഒരു പ്ലാൻ അവിടെ നടക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇനി അടുത്തത് നമ്മുടെ ഹാലുസിനേഷനിലേക്കാണ് പോകുന്നത്. ഡെയ്മന്റെ ഈ ഡെയ്മനെ പണ്ടൊക്കെ കാണിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാണുന്ന നമുക്ക് തന്നെ ഒരു ഉഷാറാണ്. പണ്ടൊക്കെ ഡെയ്മൺ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും. ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ല, വരും, കുറെ സ്വപ്നം കാണും. ആ സ്വപ്നമൊക്കെ ഈ കഥയായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബന്ധമൊന്നും ഇല്ലതാനും. അപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്, ഡെയ്മന്റെ മെന്റൽ ഇൻസ്റ്റബിലിറ്റി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചിട്ട് ഡെയ്മനെ കൊണ്ട് ഡാർക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനായിരിക്കും. അങ്ങനെയായിരുന്നു എന്റെ തിയറി. മിക്കവാറും അതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതും. അപ്പൊ ഇവിടെയും ഇതന്നെയാണ് സംഭവം. വിസേരിസിനെ കാണുന്നു. ഫസ്റ്റ് സീസണിലെ ഒരു സീനുണ്ട്, ഡെയ്മനെ ഇവര് പുറത്താക്കുന്ന ഒരു സീനാണ് വിസേരിസ്. അത് അങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹാലുസിനേഷനിൽ നിന്നൊക്കെ പുറത്തു വരുമ്പോൾ സൈമൺ സ്ട്രോങ്ങിനെ കാണും. സൈമൺ സ്ട്രോങ് ഒരു പാവ മനുഷ്യനാണ്. അയാളെയും ക്വസ്റ്റ്യൻ ചെയ്യും, നീ എന്തോ എന്നെ ചെയ്യല്ലേ, അങ്ങനെ അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്, നീ സത്യം പറ, നീ എന്റെ കൂടെ തന്നെ ആണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് മതിയായി, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയും. ഡെയ്മണും കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്റെ കിളി പോവുകയാണ്, ഇനി ഒരുപാട് നിന്നാ ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഡെയ്മൺ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിപ്പോവും. ഇറങ്ങി പോകുന്ന വഴിക്ക് ആലിസിനെ കാണും. ആലിസ് റിവേഴ്സ് ഉണ്ടല്ലോ, ആലിസ് റിവേഴ്സ് പറയും ഇത് ഹാരൻ ഹോളുടെ കേഴ്സ് ആണ്, ശാപമാണ്, ഇവിടെ വന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ, പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിക്കും. അപ്പൊ ഡെയ്മൺ ചോദിക്കും, ശരി എന്നൊരു കാര്യം ചെയ്യും, നീ എന്നെ പറയും, ഈ റിവർ ലോഡ്സ് ഒക്കെ ലാസ്റ്റ് എപ്പിസോഡിൽ പിണങ്ങി പോയല്ലോ, അപ്പൊ ഇനി ഒരു ആർമീനെ ചേർക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നീ എന്നെ സഹായിക്കുമെന്ന് പറയും. അപ്പൊ ആലിസ് റിവേഴ്സ് ഒരു കാര്യം പറയും, ടള്ളി ഹൗസ് ഉണ്ടല്ലോ, ടള്ളി ഹൗസ് ആണ് റിവർലാൻഡ്സിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഹൗസ്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടൊക്കെ താനേ വരും. അവരെയാണ് നീ ടാർഗറ്റ് ചെയ്യേണ്ടത്. ടള്ളി ഹൗസ് ഏതാ മനസ്സിലായോ? ഓസ്കർ ടള്ളി എന്ന് പറഞ്ഞൊരു ചെറിയൊരു പയ്യൻ വന്നില്ലേ, ഡെയ്മൺ എന്നിട്ട് അവന്റെ മുത്തശ്ശനെ കൊന്നിട്ട് വാ, എന്നിട്ട് ആർമിയൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞ് ചെക്കനെ പേടിപ്പിച്ച് വിട്ടില്ലേ, ആ ടള്ളി ഹൗസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഡെയ്മൺ പറയും അതൊക്കെ ചെറിയൊരു പയ്യനാണ്, പിന്നെ ആർമിയൊക്കെ അവന്റെ മുത്തശ്ശന്റെ കയ്യിലാണ് ഉള്ളത്, ഞാനിപ്പോ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. അപ്പൊ ആലിസ് റിവേഴ്സ് പറയും, ഒന്നും ചെയ്യണ്ട, നീ ഇപ്പോ തൽക്കാലം ഒന്നും ചെയ്യണ്ട, 3 ദിവസം വെയിറ്റ് ചെയ്യും, 3 ദിവസത്തിന്റെ ഉള്ളിൽ കാറ്റ് മാറി വീശും, ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മതി, എല്ലാം ശരിയാവും പറയും. സാധാരണ ഒരാളിങ്ങനെ പറയുകയാണെങ്കിൽ വെറുതെ സമാധാനിപ്പിക്കാൻ പറയാന്ന് വിചാരിക്കും. പക്ഷെ ഇത് ആലിസ് റിവേഴ്സ് ആണ്, വിച്ചാണ് പറയുന്നത്. ഇതിലൊരു കാര്യമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് ലോർഡ് കോർലിസിന്റെ അടുത്തേക്കാണ്. ലോർഡ് കോർലിസ് ഇപ്പൊ ഹാൻഡ് ആണ് റനീറിന്റെ. ലാസ്റ്റ് എപ്പിസോഡിൽ ബെയിലെ ചീത്ത പറഞ്ഞിട്ട് പോയതിനു ശേഷം ലോർഡ് കോർലിസിന് ഒരു വെളിവൊക്കെ വന്നു. ഭാര്യ മരിച്ചെങ്കിലും വീണ്ടും ഇപ്പൊ ഫുള്ള് ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ ലോർഡ് കോർലിസ് ആലിനെ കാണാൻ വരും. ആലിൻ ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കണ്ടത് ആള്, കോർലിസിനെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആള്. അപ്പൊ ആലിന്റെ അടുത്ത് വന്നിട്ട് പറയും, നീ എന്റെ കൂടെ ഷിപ്പിൽ വേണം, എന്റെ ഫസ്റ്റ് മേറ്റ് ആയിട്ട് നീ വേണം എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആലിനും ആഡമും ഉണ്ട്, ഏട്ടനും അനിയനാണ്.
ഇവർ രണ്ടുപേരും ലോർഡ് കോളിസിന്റെ മക്കളാണ്. അത് ഇവിടെ ഒരു കിഡിലെ ഒരു ഹിഡൻ ഡീറ്റെയിൽ പോലെ കാണിക്കുന്നുണ്ട്. ഈ ആലിൻ ഉണ്ടല്ലോ, മുടി ഇങ്ങനെ ഷേവ് ചെയ്യുന്നുണ്ട്. മൊട്ടയാണ് ആക്ച്വലി ആലിൻ. എന്നാലും ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സിൽവർ കളർ ഹെയർ നമുക്ക് കാണാൻ പറ്റും. ഇത് മറയ്ക്കാനാണ് തലയിൽ എപ്പോഴും ഒരു കെട്ടായിട്ട് ആലിൻ വരുന്നത്. സിൽവർ ഹെയർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം വെലേറിയൻ ഹൗസിലെ അല്ലെങ്കിൽ ടാർഗേരിയൻ ഹൗസിലെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും ബാസ്റ്റേർഡ്സ് ആണ്. മരിൽഡ എന്നാണ് ഇവരുടെ അമ്മയുടെ പേര്. ലോർഡ് കോളിസിന്റെ മക്കളാണ് ഇവര്. ഈ കാര്യം ലോർഡ് കോളിസിന് അറിയില്ല, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഡ്രാഗൺ സീഡ്സ് ആണ്. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നമുക്ക് മിസേരിയന്റെ പ്ലാൻ എന്താണെന്ന് നോക്കാം. മിസേരിയന്റെ കുറെ സ്പൈകളിലേക്ക് യൂസ് ചെയ്തിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ എന്തോ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്സ് ലാൻഡിങ്ങിലെ സ്മോൾ ഫോക്സ് ഉണ്ടല്ലോ, ഈ സാധാരണക്കാർ, അവർക്ക് ഇപ്പൊ പൈസയും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇവരുടെ കാര്യം തന്നെ കുറച്ച് കഷ്ടമാണ്. അപ്പൊ ഈ മിസേരിയന്റെ ആൾക്കാർ ഓരോ ഇൻഫർമേഷൻസ് എല്ലാ ആൾക്കാർക്കും നാട്ടുകാർക്ക് മുഴുവൻ നൽകുകയാണ്. കുടുംബശ്രീ ടീംസിന്റെ ഒരു പരിദൂഷണം ഇല്ലേ, അതുപോലത്തെ പരിപാടിയാണിത്. ഇന്നലെ രാജാവിന്റെ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അതിൽ അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഈ സാധാരണക്കാർക്ക് മാത്രമാണ് ഒന്നും ഇല്ലാത്തത്. പണ്ട് വിസേരിയസ് ഭരിക്കുമ്പോൾ അവിടെയും പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കുള്ളതും കിട്ടിയിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടുന്നില്ല. അവർക്ക് നമ്മുടെ ഒരു കാര്യത്തിലും താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നാട്ടുകാരടുത്ത് മുഴുവൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉൾഫ് വൈറ്റിനെയും ഹ്യൂ ഹാമറിനെ എല്ലാവരിനെയും കാണാം. എല്ലാവരും കഷ്ടപ്പാടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുറെ ബോട്ടുകളിലായിട്ട് റെനീറിന്റെ ബാനറൊക്കെ കെട്ടിയിട്ട് ഗിഫ്റ്റുകൾ പോലെ കുറെ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയക്കാണ് കിങ്സ് ലാൻഡിങ്ങിലേക്ക്. അപ്പൊ ഇത് അവിടുത്തെ നാട്ടുകാരൊക്കെ കാണുന്നു. അപ്പൊ നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. റെനീർ ഇപ്പോഴും ഞങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ റെനീറിന്റെ സൈഡ് ആവുകയാണ്. നാട്ടിൽ മൊത്തം ഒരു കലാപം പോലെ നടക്കുന്നു. അതേപോലെ സെപ്റ്റിൽ പ്രാർത്ഥിക്കാൻ പോയതാണ് ആലിസന്റും ഹെലീനയും. ഈ നാട്ടുകാരൊക്കെ ഇവരിനെ കണ്ടപ്പോൾ ഗ്രീൻസിനിപ്പോ കണ്ണെടുത്താ കണ്ടുകൂടാ നാട്ടുകാർക്ക്. അപ്പൊ നാട്ടുകാർ ഇവരിന്റെ എതിരെ അറ്റാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ആലിസന്റിന്റെ കൈയൊക്കെ മുറിയുന്നുണ്ട്, ചോരയൊക്കെ വരുന്നുണ്ട്. മൊത്തം വയലന്റ് ആണ് നാട്ടുകാർ. ഗ്രീൻസിന് എതിരെയാണ് ഇപ്പോ. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇത് മിസേലിന്റെ ബുദ്ധിയാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. സ്വന്തം നാട്ടുകാർ തന്നെ എതിർക്കുമ്പോൾ ഗ്രീൻസിനെ കുറച്ചു കാലത്തേക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. അത്രയും ഇവരും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ പോകുന്നത് റെയ്നിന്റെ അടുത്തേക്കാണ്, വെയിൽസിലേക്കാണ് പോകുന്നത്. റെയ്ൻ ഉണ്ടല്ലോ, ചെറിയ പെൺകുട്ടി. അപ്പൊ റെയ്നിയും ജോഫ്രിയും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് ഇവരൊരു സ്ഥലത്തെത്തുന്നു. അവിടെ ഇവർ കാണുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏതോ ഒരു ഡ്രാഗൺ വന്നിട്ട് കുറെ ഷീപ്പുകളിനെ കഴിച്ചിട്ട് പോയ കുറെ പാടുകളാണ് അവർ കാണുന്നത്. അപ്പൊ ജെയിൻ ആര്യൻ പറഞ്ഞത് ഇവിടെ ഡ്രാഗൺസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ റെയ്ന വന്നിട്ട് ജെയിൻ ആര്യന്റെ അടുത്ത് ഈ കാര്യം ചോദിക്കും. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ ഡ്രാഗൺസ് ഒന്നും ഇല്ലാന്ന്, പക്ഷെ ഞാൻ കണ്ടല്ലോ, ഡ്രാഗൺസ് വന്ന് കഴിച്ചു പോയ പാട് ഞാൻ കണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ജെയിൻ ആര്യൻ പറയും ഇതൊരു വൈൽഡ് ആയിട്ടുള്ള ഡ്രാഗൺ ആണ്, ആരുടെയും ഡ്രാഗൺ ഒന്നുമല്ല, അവര് വരും കഴിക്കും പോവും, ആരും കൺട്രോൾ ഒന്നും ചെയ്യുന്ന ഡ്രാഗൺ അല്ല എന്ന് പറയും. ഇത് ശരിക്കും ഏത് ഡ്രാഗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാഗൺ ഉണ്ട്. ബുക്കിൽ നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആണ് ഈ ഡ്രാഗൺ. വൈൽഡ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ തന്നെയാണ്. സീരീസിലേക്ക് വന്നപ്പോഴും നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടർ ഇല്ല. അപ്പൊ മിക്കവാറും എനിക്ക് തോന്നുന്നു റെയ്ന ഉണ്ടല്ലോ, ഈ നെറ്റിൽസ് എന്നുള്ള ഈ ക്യാരക്ടറിന്റെ മൊത്തം സംഭവങ്ങളൊക്കെ റെയ്നയ്ക്ക് കൊടുക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ. അല്ലെങ്കിൽ റെയ്നയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകും. അപ്പൊ മിക്കവാറും ഷീപ്പ് സ്റ്റീലറിനെ റെയ്ന ടൈം ചെയ്തെടുക്കാനാണ് സാധ്യത. റെയ്നയ്ക്ക് അല്ലെങ്കിൽ ഡ്രാഗൺ ഇല്ലല്ലോ. റെയ്നന്റെ ഡ്രാഗൺ മുട്ട ഇതുവരെ വിരിഞ്ഞിട്ടേ ഇല്ല. ഇത് എവിടെ ഇല്ലാത്തതാണ്. ഇത് എന്റെ ഒരു തിയറിയാണ്. ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവിക്കുന്നത്, റെനീറ ഇവരിനെ പറഞ്ഞു വിടുമ്പോൾ ഇവരുടെ ആക്ച്വലി പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചെറിയ കുട്ടികളുണ്ടല്ലോ, ഏഗോണും വിസേരിസും, ഈ റെനീറിന്റെ രണ്ട് കുട്ടികളിനെ പെൻറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിടാനായിരുന്നു ഇവരുടെ ആക്ച്വലി പ്ലാന്. അവിടെ പ്രിൻസ് റെജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടണം. അപ്പൊ ജെയിൻ ആര്യൻ വന്നിട്ട് പറയും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഗേ അബാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിൽ നമുക്ക് ഇവരുടെ പറഞ്ഞു വിടാം, എല്ലാ കാര്യങ്ങളും റെഡിയാണെന്ന് പറയും. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മിക്കവാറും സീസൺ ഫിനാലയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഗേ അബാൻഡൻ എന്നുള്ള ഈ ഒരു ഷിപ്പിന്റെ പേരും ഇവര് പെൻറ്റോസിക്ക് പോണ കാര്യവും നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ ഹാരൻ ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആലിസ് റിവേഴ്സിന്റെ ഒരു സ്കില്ലാണ് കാണുന്നത്. 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടള്ളി ഹൗസിലെ ആ ഒരു മുത്തശ്ശൻ ഗ്രോവർ ടള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആള് വയസ്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അയാളെ നോക്കാൻ വേണ്ടിയിട്ട് മേസ്റ്റർ ആയിട്ട് ആലിസ് റിവേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അയാൾ മരിച്ചാലേ ഡെയ്മൺ ഈ പട്ടാളത്തിനൊക്കെ കിട്ടുള്ളൂ. നൈസായിട്ട് ആലിസ് റിവേഴ്സ് അവിടെ പോയിട്ട് ഈ ഗ്രോവർ ടള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കൊന്നിട്ടുണ്ട്. ഗ്രോവർ ടള്ളി മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് സൈമൺ സ്ട്രോങ് വന്നിട്ട് ഡെയ്മന്റെ അടുത്ത് പറയും. ഡെയ്മൺ അപ്പൊ തന്നെ കാര്യം മനസ്സിലാവും ഇത് ആലിസ് റിവേഴ്സ് ചെയ്ത പണിയാണെന്ന്. അപ്പൊ അങ്ങനെ ഡെയ്മൺ അവസാനം ഒരു ശരിക്കുള്ള ഒരു പട്ടാളത്തിനെ കിട്ടുകയാണ്. മറ്റേ ടീംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോളിന്റെ ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു മിലിറ്ററിനെ ഡെയ്മന് കിട്ടുകയാണ്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് സീ സ്മോക്കും ആഡം
എലമെന്റ് കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീ സ്മോക്ക് ആഡമാണ് ഇനി റൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന്. ആൾക്കാരല്ല ഡ്രാഗൺസിനെ സെലക്ട് ചെയ്യുന്നത്, ഡ്രാഗൺസ് ആണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെ വെച്ച് കാണുന്നുണ്ട്. സീ സ്മോക്ക് വരുന്നു, ആഡം പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുവരെ കാണിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. സീ സ്മോക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമ്മൾ പോകുന്നത് ഡ്രാഗൺ സ്റ്റോണിലേക്കാണ്. അവിടെ മിസേരിയും റെനീറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അവസാനത്തെ സീനാണിത്. റെനീർക്ക് ഇപ്പോഴും വിഷമമൊന്നും മാറിയിട്ടില്ല, ആർക്കും എന്നെ ഒരു വിലയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷമത്തിലാണ്. ഇപ്പൊ മിസേരിന്റെ സ്റ്റോറി പറയുകയാണ്. കഴുത്തിൽ ഒരു മുറിവുണ്ടല്ലോ, ആ മുറിവ് അച്ഛൻ എന്നെ പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അബ്യൂസ് ചെയ്തപ്പോൾ വന്ന മുറിവാണ്. അദ്ദേഹം വരുത്തിയ, സ്വന്തം അച്ഛൻ വരുത്തിയ ഒരു മുറിവാണ്. ജീവിതം എന്നെ പഠിപ്പിച്ചത് ഒരാളെയും വിശ്വസിക്കരുത് എന്നാണ്. എന്നിട്ടും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് റെനീറിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ച് അവസാനം കെട്ടിപ്പിടിച്ചിട്ട് കിസ് ചെയ്യുകയാണ്. ഇതിപ്പോ ഒരു ലവ് ട്രയാങ്കിൾ പോലെയായി. റെനീറിയും ഡെയ്മണും മിസേരിയും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കിസ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോ വേറൊരാൾ വരുന്നു. ഈ ന്യൂസ് പറയുന്നു, സീ സ്മോക്ക് ഉണ്ടല്ലോ, സീ സ്മോക്ക് ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു, അതിലൊരു ഡ്രാഗൺ റൈഡർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. അത് റെനീർക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്നു. റെനീർ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നറിയുന്നു. പക്ഷെ ആരാണെന്ന് അതൊന്നും അറിയുന്നില്ല. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ പിറ്റിലേക്ക് പോയിട്ട് റെനീറിന്റെ ഡ്രാഗൺ എടുത്തിട്ട് പോവുകയാണ്. സീ സ്മോക്കിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. സ്പോയിലേഴ്സ് ആണ്, പറഞ്ഞില്ല എന്ന് പറയരുത്. ഈ ബ്ലാക്സിന് കയ്യിൽ 3 ഡ്രാഗനാണ് ഉള്ളത്, ഫ്രീ ആയിട്ടുള്ളത്. വെർമിത്തോറും സിൽവർ വിങ്ങും സീ സ്മോക്കും. സീ സ്മോക്കിനെ ഇപ്പൊ ആഡ് എടുത്തു. ഇനി കറങ്ങി തിരിഞ്ഞ് വരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉൾഫൈറ്റ് ഉണ്ടല്ലോ, ഉൾഫൈറ്റ് ആണ് സിൽവർ വിങ്ങിനെ റൈഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ ഹ്യൂ ഹാമർ ഉണ്ടല്ലോ, ഹ്യൂ ഹാമർ ആണ് വെർമിത്തോറിനെ റൈഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഈ ട്രയാർക്കി ഉണ്ടല്ലോ, ട്രയാർക്കി ആൾക്കാർ അവരുടെ സപ്പോർട്ട് ഗ്രീൻസിന് കൊടുക്കും. ഗേ അബാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷിപ്പിൽ പോകും എന്ന് പറഞ്ഞല്ലോ റെനീറിന്റെ 2 കുട്ടികൾ വിസേരിസും ഏഗോണും. ഇവരെ പോകുന്ന ഷിപ്പിനെ അറ്റാക്ക് ചെയ്യും ഈ ട്രയാർക്കിന്റെ ആൾക്കാർ. മിക്കവാറും അങ്ങനെ ആയിരിക്കും സീസൺ ഫസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഫസ്റ്റ് സീസണിൽ ലുസീരസ് മരിച്ചു. ഇതിൽ റെനീറിന്റെ 2 കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സീനോട് കൂടിയിട്ടായിരിക്കും മിക്കവാറും സീസൺ നിർത്തുന്നത്. ഇനി പുതിയൊരു ക്യാരക്ടർ വരാനുള്ളത് ഡെയ്റൻ ഹൈറ്റവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. നമ്മുടെ ആലിസന്റെയും വിസേരിസിന്റെയും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മകനാണ്. ബുക്കിലൊക്കെ വലിയ റോളാണുള്ളത്, പക്ഷെ ഇവിടെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മിക്കവാറും ഓട്ടോന്റെ പകരം ഈ ഡെയ്റൻ ആയിരിക്കും ഇനി കിങ്സ് ലാൻഡിലേക്ക് വരാൻ പോകുന്നത്. ഇവരെന്തൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.